തിരുവനന്തപുരം കണിയാപുരത്ത് വീട്ടിലും ക്ഷേത്രത്തിലും കവർച്ച. വീട്ടിൽ നിന്ന് 1.5 പവൻ സ്വർണവും പണവും ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയും കവർന്നു. ഇന്നലെ രാത്രിയിലാണ് ഇരു സ്ഥലത്തും 2 അംഗ സംഘം മോഷണം നടത്തിയത്. കണിയാപുരം സ്വദേശി മധുസൂദനൻ നായരുടെ വീടിന്റെ വാതിൽ പൊളിച്ചായിരുന്നു കവർച്ച. കിടപ്പുമുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 1.5 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്കായി സൂക്ഷിച്ചിരുന്ന 35,000 രൂപയുമാണ് മോഷണം പോയത്. മധുസൂദനൻ നായരും ഭാര്യയും ഇന്നലെ മകന്റെ വീട്ടിലായിരുന്നു. ഞങ്ങളൊരു 4 മണിയോട് കൂടി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ നാട്ടുകാരും പോലീസുകാരും ഒക്കെ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഗേറ്റ് വെളിയിൽ നിന്ന് പൂട്ടിക്കുന്നത് കൊണ്ട് അവർക്കകത്ത് കയറാനും പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഗേറ്റ് തുറന്ന് പോലീസുകാരൊപ്പം പുറകിലത്തെ ഗേറ്റ് വഴി പുറകിൽ അടുക്കള വഴി നോക്കിയപ്പോൾ അവിടെ പൊളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരിവിടുന്ന് നോക്കിയപ്പോൾ ഒറ്റ ദൃഷ്ടിയിൽ നോക്കിയപ്പം വാതിലും വേറെ പൊളിഞ്ഞതായിട്ടൊന്നും കണ്ടില്ല. എന്നാൽ ഞങ്ങൾ കയറി ചാവിയിട്ട് ഇടാനായിട്ട് നോക്കിയപ്പോൾ ഡോറ് തള്ളി തുറന്ന് അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം അകത്ത് കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തിട്ട് ആ ഒരു ദൃശ്യം നമ്മൾ കണ്ടത്. പുലർച്ചെ ശബ്ദം കേട്ട അയൽക്കാരാണ് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് എത്തിയപ്പോഴേക്കും സംഘം കടന്നു കളഞ്ഞു. തൊട്ടടുത്തുള്ള കണ്ടൽ ഭഗവതി ക്ഷേത്രത്തിലും ഇതേ സംഘം മോഷണം നടത്തി. ക്ഷേത്രം ഓഫീസിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കാണിക്കവഞ്ചി കവർന്നു. 1 മാസത്തെ വരുമാനമാണ് കാണിക്കയിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ മംഗലപുരം പോലീസ് കേസെടുത്തു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. 2 ദിവസം മുമ്പ് കഴക്കൂട്ടത്തും 2 ഇടങ്ങളിലായി ഇതേ സംഘം മോഷണം നടത്തിയെന്നാണ് വിവരം. 24 തിരുവനന്തപുരം.